നമസ്കാരം. 2024 ഏകദേശം 85,000 യൂണിറ്റ് ഹൈബ്രിഡ് കാറുകളാണ് വിറ്റഴിക്കുന്നത്. ഏകദേശം 90,000 യൂണിറ്റ് ആയിരുന്നു EV വിൽപ്പന. ബ്രാൻഡുകൾ EVകളിലും ഹൈബ്രിഡുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ തന്നെ വരും വർഷങ്ങളിലും കടുത്ത പോരാട്ടത്തിനാണ് ഇന്ത്യൻ വിപണി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇനിയുള്ള കാലത്ത് ഈ രണ്ട് തരം വാഹനങ്ങൾക്കായിരിക്കും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. പുത്തൻ സാങ്കേതിക വിദ്യ പെട്ടെന്ന് പുൽകാൻ വിസമ്മതിക്കുന്നവർ ആദ്യം പരിഗണിക്കുന്നത് ഹൈബ്രിഡ് കാറുകളെ ആയിരിക്കും. ICE എഞ്ചിൻ വാഹനങ്ങളുമായി ഇന്ത്യൻ മാർക്കറ്റിലെ മുൻനിരക്കാരായി വിലസുന്ന മഹീന്ദ്ര EVകളിൽ വമ്പൻ നിക്ഷേപമാണ് നടത്തുന്നത്. BE6, XEV9e എന്നീ പുത്തൻ ഇലക്ട്രിക് SUVകളിലൂടെ വൻ ഓളം തീർത്ത മഹീന്ദ്ര ഇപ്പോൾ ഹൈബ്രിഡ് കാറുകളിലൂടെ ചൂതാടാൻ ഇറങ്ങുന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. മഹീന്ദ്ര ഇന്ത്യയിൽ തങ്ങളുടെ മോഡൽ നിര വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ കമ്പനി തങ്ങളുടെ ആദ്യത്തെ സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷം മഹീന്ദ്ര വിപണിയിൽ എത്തിച്ച സബ് 4 മീറ്റർ SUV ആയ XUV3XO വലിയ വിജയമായിരുന്നു. ഈ കാറിലൂടെയായിരിക്കും ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾ ആദ്യമായി സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിൻ കൊണ്ടുവരുന്നത്. മഹീന്ദ്ര XUV3XO സ്ട്രോങ് ഹൈബ്രിഡിന്റെ വികസന പദ്ധതിക്ക് S226 എന്ന രഹസ്യനാമം നൽകിയിരിക്കുന്നു. വികസന പ്രവർത്തനത്തിലുള്ള ഈ ഒരു കാർ അടുത്ത വർഷം പുറത്തിറക്കാനാണ് പരിപാടി. 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ബേസായി മഹീന്ദ്ര നിശ്ചയിക്കുന്നത് എന്നാണ് വിവരം. ഈ എഞ്ചിൻ ഇലക്ട്രിക് മോട്ടോറും ചെറിയ ബാറ്ററി പാക്കുമായി ചേർന്ന് സ്ട്രോങ് ഹൈബ്രിഡ് സജ്ജീകരണം രൂപീകരിക്കും. സ്ട്രോങ് ഹൈബ്രിഡ് സജ്ജീകരണം ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഡിസൈൻ ആയതിനാലാണ് ഈ എഞ്ചിനെ മഹീന്ദ്ര അടിത്തറയാക്കി എടുത്തിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്കുള്ള സ്ട്രോങ് ഹൈബ്രിഡ് SUVകൾ 26 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് നൽകുന്നുണ്ട്. മിഡ് സൈസ് SUVകളേക്കാൾ വലിപ്പം കുറഞ്ഞ കാർ ആയതിനാൽ തന്നെ XUV3XO ഹൈബ്രിഡ് മോഡലിന് 30 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിനിന് പുറമെ റേഞ്ച് എക്സ്റ്റൻഡർ ഹൈബ്രിഡുകളും കമ്പനി വികസിപ്പിക്കുന്നതായാണ് വിവരം. കമ്പനിയുടെ സ്വന്തം ഇംഗ്ലോ സ്കേറ്റ് ബോർഡ് ഇലക്ട്രിക് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്ന XEV9e അതുപോലെ തന്നെ BE6 ഇലക്ട്രിക് SUVകളിലായിരിക്കും ഇതിന്റെ അടിത്തറ. ICE എഞ്ചിൻ ഒരു ജനറേറ്ററായി പ്രവർത്തിക്കുന്ന സ്ട്രോങ് ഹൈബ്രിഡ് മോഡലുകളെയാണ് റേഞ്ച് എക്സ്റ്റൻഡർ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് മോട്ടോറുകളാണ് ഇവയിൽ വീലുകൾക്ക് പവർ നൽകുന്നത്. ഈ സജ്ജീകരണത്തിൽ ബാറ്ററികൾ പവർ ചെയ്യാനാണ് എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ഇതേ സംവിധാനത്തെ മാരുതി സുസുക്കി സീരീസ് ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നുണ്ട്. മാരുതിയുടെ സീരീസ് ഹൈബ്രിഡ് സംവിധാനവുമായി വരുന്ന ഫ്രോങ്സ് ഈ കലണ്ടർ വർഷത്തിന്റെ അവസാനത്തോടെ പുറത്തിറക്കാനാണ് മാരുതിയുടെ പദ്ധതി. മാരുതിക്ക് വെല്ലുവിളിയുമായി മഹീന്ദ്രയും ഒട്ടും വൈകാതെ റേഞ്ച് എക്സ്റ്റൻഡർ ഹൈബ്രിഡുകളുമായി എത്തുന്നതാണ്. ഈ റേഞ്ച് എക്സ്റ്റൻഡർ മോഡലുകളുടെ അടിസ്ഥാന രൂപകൽപ്പനയും വികസന പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്.